പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങൾ വിലപ്പോകില്ലെന്നും സത്യങ്ങൾ മറച്ചുവെക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UN സുരക്ഷാ കൗൺസിലിലാണ് പാകിസ്ഥാന് മറുപടി നൽകിയത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലാണ് പർവതനേനി ഹരീഷ് പാക് വിദേശകാര്യമന്ത്രി ഇഷഹാഖ് ദാറിനെ വിമർശിച്ചത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ചും കശ്മീരിനെക്കുറിച്ചുമുള്ള വ്യാജ പ്രചരണങ്ങൾക്കുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. കശ്മീരിൽ കടന്നുകയറി ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനാണ്. ജമ്മു കശ്മീർ എന്നും ഭാരതത്തിന്റെ ഭാഗമാണെന്നും അവിഭാജ്യ ഘടകമായി നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെക്കുറിച്ചും കശ്മീരിനെക്കുറിച്ചും എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചാലും സത്യം മറനീക്കി പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. The Deputy Prime Minister and Minister of Foreign Affairs of Pakistan, Mr. Mohammad Ishaq Dar, has referred to an integral and inalienable part of India, the Union Territory of Jammu and Kashmir, in his remarks. I would like to reaffirm that Jammu and Kashmir has been, is, and will always be an integral and ജമ്മു കശ്മീരിൽ ജനാധിപത്യം യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് ഭരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി ജമ്മു കശ്മീരിൽ ജനാധിപത്യം കരുത്താർജിക്കുന്നുവെന്നും അദ്ദേഹം മറുപടി നൽകി. In fact, it is Pakistan that is in illegal occupation of parts of Jammu and Kashmir. Pakistan's campaigns of misinformation and disinformation, of lies and falsehood do not change facts on the ground. The people of Jammu and Kashmir have only last year taken part in a successful election and have voted in large numbers to choose their government. The choice of the people of Jammu and Kashmir was loud and clear. Democracy in Jammu and Kashmir is vibrant and strong, unlike in Pakistan. ഭീകരവാദത്തിന്റെ ആഗോള പ്രഭവകേന്ദ്രമാണ് പാകിസ്ഥാൻ. UN കരിമ്പട്ടികയിൽപ്പെടുത്തിയ 20ഓളം ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാനാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.